ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ച ദിവസമാണ്. പക്ഷെ ഞാൻ ഇന്ന് വൈകിപ്പോയി. 6:30 ആയിട്ടോ ഞാൻ എണീക്കാനായിട്ട്. നല്ല തണുപ്പും രാത്രി നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ എണീക്കാൻ ചെറിയൊരു മടി. അപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ അടുക്കളയിൽ വന്നിട്ട് എനിക്ക് അടുക്കള കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കുന്ന അടുക്കളയാണെങ്കിൽ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം പോകും കേട്ടോ. അപ്പോൾ ഞാൻ പരമാവധി എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ട് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എന്നും രാവിലെ എണീറ്റ് വന്നിട്ട് ഒരു കാപ്പി കുടിക്കൽ പതിവാണ്. പക്ഷെ ഇന്ന് സമയം പോയതുകൊണ്ട് ഞാൻ വേഗം അപ്പത്തിനുള്ള മാവ് കലക്കി വെക്കുകയാണ് കേട്ടോ. നമ്മൾ പാലപ്പം മിക്സ് ഇല്ല, അതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ കുഞ്ഞൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇന്നും അത് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നേരത്തെ എണീക്കാമെന്ന് വിചാരിച്ചത്. കാരണം 1 മണിക്കൂറൊക്കെ ഇത് കലക്കി വെക്കണമല്ലോ. അപ്പോൾ നേരത്തെ എണീക്കണം, കലക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ നടന്നില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനിങ്ങനെ പാലപ്പത്തിൻ്റെ മിക്സ് കലക്കി വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്സിയിൽ ഡയറക്റ്റ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചങ്ങ് അടിച്ചപ്പോൾ എല്ലാം കട്ട കുത്തിയ പോലെ ആയിപ്പോയിട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് വേറൊരു പാത്രത്തിൽ കലക്കിയിട്ട് പിന്നെ മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അങ്ങനെ തീ പിടിപ്പിക്കാറില്ല എന്നല്ല, കുഞ്ഞൂസിന് കുളിക്കാനൊക്കെ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെള്ളം വെക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്താക്കി രാവിലെ തന്നെ തീ പിടിപ്പിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് ചൂടത്ത് വെച്ചാലേ കുറച്ച് പൊന്തുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം വെച്ച സമയത്ത് കറക്റ്റായിട്ട് ഇത് പൊന്തി വന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ വേഗം തീ പിടിപ്പിച്ച് കുഞ്ഞൂസിന് കുളിക്കാനുള്ള വെള്ളമാവും, അപ്പത്തിനുള്ള സംഭവം അതിനകത്ത് വെക്കും ചെയ്യാമല്ലോ. അങ്ങനെ അതവിടെ ഇരിക്കട്ടെ എന്ന് വെച്ച് പിന്നെ ഞാൻ ഇന്ന് പാലപ്പത്തിന് ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചെറുപയർ മുളപ്പിച്ചിട്ട് കറി വെക്കണം എന്ന് ഉദ്ദേശിച്ചതല്ല. ഞാൻ ഇന്നലെയും ചെറുപയർ കറി ഉണ്ടാക്കിയപ്പോൾ കുഞ്ഞൂസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ചെറുപയർ എടുത്തപ്പോൾ ലേശം കൂടിപ്പോയി. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഒന്ന് മുളപ്പിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം ചെറുപയർ കറി ഞാൻ എല്ലാം ഒന്നിച്ചിടും കേട്ടോ. തക്കാളിയും ഉള്ളിയും എന്താ പറയുക നമ്മളെ പച്ചമുളകും എല്ലാം ഒന്നിച്ചിട്ട് പൊടികളും അതിനകത്തേക്ക് ഒന്നിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കാൻ വെക്കാറില്ല. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. വെച്ചപ്പോൾ കുഞ്ഞൂസിന് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ചെറുപയർ കറി ഞാൻ കുഞ്ഞൂസ് കഴിക്കുന്നു വിചാരിച്ചല്ല കേട്ടോ. ഇവനിങ്ങനെ സ്കൂളിൽ ഇങ്ങനെ പറയും, അമ്മ ഇന്ന് പച്ചപ്പയർ കറിയായിരുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അവനും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പച്ചപ്പയർ നോക്കുമ്പോൾ നമ്മുടെ സാധാ പയറില്ലേ, അതാണെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഈ പയറാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പയർ തോരൻ വെച്ച് കൊടുക്കുമ്പോൾ അവൻ കഴിക്കില്ല. അപ്പോൾ സിന്ധു ചേച്ചി വെച്ചതേ കഴിക്കുള്ളൂ അങ്ങനെയൊക്കെ പറയായിരുന്നു കേട്ടോ ഞാൻ. പിന്നെയാണ് അവൻ പറഞ്ഞിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും അമ്മേ. പിന്നെ ചെറുപയർ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവൻ പറഞ്ഞു ഇതാണമ്മേ ഞാൻ പറഞ്ഞ പച്ചപ്പയറെന്ന്. അപ്പോൾ വെച്ച് കൊടുത്തപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ലതുമാണല്ലോ കഴിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പം 2 ദിവസം അടുപ്പിച്ച് ചെറുപയർ കറിയാണ്. പിന്നെ ചെറുപയറിലേക്ക് ഞാൻ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കുക. തേങ്ങയിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് തേങ്ങ അരച്ച് ചേർത്തിട്ടാണ് കേട്ടോ ചെറുപയർ കറി ഞാൻ വെക്കാറുള്ളത്. ചിലരൊക്കെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ ആദ്യമേ ചിരകിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചിരവ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ചിരവ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അതുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് തേങ്ങയൊക്കെ ചിരകി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കുഞ്ഞൂസ് എണീറ്റ് കുഞ്ഞൂസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ അവനെ കുറച്ച് നേരം പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. പഠിപ്പിക്കാനല്ല, വായനാദിനമാണ്. അപ്പോൾ അതിനുള്ള പ്രസംഗത്തിനുള്ള പ്രാക്ടീസാണ് കേട്ടോ. അപ്പം കുഞ്ഞൂസിനെ ഞാൻ തലേദിവസം എല്ലാം പഠിപ്പിച്ചെല്ലാം റെഡിയാക്കി വെച്ചതാണ്. പിന്നെ എന്താ വെച്ചാൽ പ്രസംഗിക്കുന്നതിൻ്റെ ആ ഒരു മോഡുലേഷൻ ഇല്ലേ, ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രസംഗിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഈ രീതിയിൽ പറയണം, ഇങ്ങനെ മാന്യസാസിന് വന്ദനം, ബഹുമാനപ്പെട്ട ടീച്ചർ, അങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു മോഡുലേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇവൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്യും കേട്ടോ ഫോണിൽ, എന്നിട്ട് അത് കേട്ട് പഠിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞൂസിന് ഇഷ്ടമാണ് പ്രസംഗിക്കാനൊക്കെ ഇഷ്ടം. പ്രസംഗിക്കാനല്ല, അങ്ങനെ എന്തെങ്കിലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവതരിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. ചെറുപ്പത്തിൽ എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടി പോകും. എന്ന് വെച്ചാൽ ഡാൻസ് പാട്ട് അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ എന്തെങ്കിലും മത്സരങ്ങളൊക്കെ ഇല്ലേ, മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആദ്യം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കുടുംബശ്രീയിൽ വാർഷികമാണ് മെയിനായിട്ടുള്ള പരിപാടികൾ വരിക. അപ്പോൾ അമ്മേൻ്റെയും വലിയമ്മേൻ്റെയും ചെറിയമ്മേൻ്റെയും എല്ലാവരും കുടുംബശ്രീൻ്റെ പരിപാടികൾക്ക് ഞാൻ പോകും കേട്ടോ. ഇങ്ങനെ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞൂസിനും അങ്ങനെ ഒരു ഇതുള്ളതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ മടിയൊന്നുമില്ല കേട്ടോ. ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാനും അവതരിപ്പിക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ ഇന്ന് പ്രസംഗ മത്സരവും പിന്നെ ഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വായനാദിനത്തിൻ്റെ പ്രസംഗ മത്സരമൊക്കെയാണ്. പിന്നെ അവൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകവും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അവൻ എടുത്തു വെക്കും കേട്ടോ. പിന്നെ എനിക്ക് എന്തോ ഒരു സമാധാനക്കേടാണ്, ഞാൻ പിന്നെയും എടുത്തു വെക്കും. സത്യം പറഞ്ഞാൽ നല്ലതല്ല കേട്ടോ. അവരെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കുഞ്ഞൂസിനെ കൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, വൈകുന്നേരം വന്ന് ചെരുപ്പൊക്കെ കഴുകി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ചെറുപയറൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഇനി വേറെ പരിപാടിയൊന്നുമില്ല, കടുക് വറുത്തിട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എല്ലാ പാത്രങ്ങളും അപ്പം തന്നെ ഞാൻ കഴുകി വെക്കും കേട്ടോ. എനിക്ക് അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത് വരും കേട്ടോ. അപ്പോൾ പറ്റുന്ന പോലെ എനിക്ക് സമയം പോയി. ഇപ്പോൾ ഏകദേശം 7:30 ആയിട്ടുണ്ട് സമയം. കുഞ്ഞൂസിന് പോകാനൊക്കെ ആയിട്ടുണ്ട്, കുഞ്ഞൂസിന് ഫുഡ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. എന്നാലും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എല്ലാം വൃത്തിയാക്കും. എനിക്ക് കുഞ്ഞൂസ് പോകുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ പണികളും ഒരുങ്ങുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ പണികൾ കേട്ടോ, കുഞ്ഞൂസിൻ്റെ പണികളുടെ ഇടയിൽ കൂടെ ഞാൻ പറ്റുന്നത് പോലെ വേഗം ഞാൻ എൻ്റെ പണികളും കൂടി തീർത്ത് വെക്കും കേട്ടോ. അതെന്താണെന്നറിയില്ല, എനിക്ക് കുഞ്ഞൂസ് പോകുമ്പോഴത്തേക്ക് ഒന്ന് നീറ്റായിട്ട് കാണുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പരമാവധി പണികളൊക്കെ ഞാൻ വേഗം കഴുകി ഒതുക്കി പെറുക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ മാവ് അത്യാവശ്യം നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഞാൻ വെച്ച സമയത്ത് ഒട്ടും പൊന്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന്
ചൂടത്ത് വെച്ചുകൊണ്ടാന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ മാവ് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് അപ്പച്ചട്ടി ഇല്ല കേട്ടോ, പാലപ്പമൊക്കെ ചൂടാനുള്ള മറ്റേ ചട്ടിയില്ല, ആ ചട്ടിയില്ല. അപ്പോൾ ഞാൻ ദോശക്കല്ലിൽ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ചുട്ടെടുത്തത്. അപ്പോൾ വലിയ കുഴപ്പമില്ല. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു അപ്പച്ചട്ടി ഇല്ലാണ്ട് ഇങ്ങനെ ചുടുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ കുറച്ച് കട്ടിയുണ്ട് അപ്പത്തിന് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ. പാലപ്പത്തിൻ്റെയൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ സൈഡൊന്നും കട്ടിയില്ലാതെ വരുമല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് കട്ടിയുണ്ട്. പിന്നെ ഞാൻ ഈ അപ്പം മറിച്ചിട്ടു കേട്ടോ, ഞാൻ ഇതിനകത്ത് കാണിച്ചില്ല. ഇനി പാലപ്പം മറിച്ചിടൂലേന്ന് ഓർത്തിട്ട് ഞാൻ കാണിക്കാതിരുന്നതാണ് കേട്ടോ ഇതിനകത്ത്. എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ പിന്നെ മറിച്ചിടാതെ അപ്പം എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വേവാത്ത പോലെ ഒരു ഫീൽ കിട്ടും. നമ്മൾ പാലപ്പം ആകുമ്പോൾ കട്ടിയില്ലാതെ അല്ലേ, നമ്മളിങ്ങനെ കട്ടിയായിട്ട് ചുട്ടെടുക്കുമ്പോൾ എനിക്ക് മേൽവശം ഇങ്ങനെ വേവാത്ത പോലെ തോന്നിയോണ്ട് ഞാനൊന്ന് മറിച്ചിട്ടിട്ടാണ് കേട്ടോ പാലപ്പം ഉണ്ടാക്കിയെടുത്തത്. ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞൂസിന് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ അവന്. ഇതിൻ്റെ കൂടെ ചെറുപയർ കറി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ചെറുപയർ കറിയും ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ പാലപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുഞ്ഞൂസിന് വേഗം ചായ കൊടുക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ കുഞ്ഞൂസിന് ചായ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് എന്നോട് കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അജി കുട്ടിക്ക് ചായ കൊടുക്കല്ലേ, ചായ കൊടുക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കുടിക്കുന്ന കണ്ട് അവനും അങ്ങ് ശീലമായി പോയതാണ് കേട്ടോ. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ചായ കൂടി കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട വെച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ചെറുപയർ കറിയൊക്കെ റെഡിയാക്കി വെച്ച സമയത്താണ് അമ്മ ചിക്കൻ കറി കൊണ്ടുവന്നത് കേട്ടോ. ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അമ്മ അത് ചൂടാക്കിയിട്ട് ചിക്കൻ കറി കൊണ്ടുവന്നു. ചിക്കൻ കറി കണ്ടപ്പോൾ കുഞ്ഞൂസിന് ചിക്കൻ കറി മതി എന്നായി കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും കുഴപ്പമില്ല, അവൻ കഴിച്ചാൽ മതിയല്ലോ എന്നോർത്ത് ഞാൻ പിന്നെ ചിക്കൻ കറിയും പിന്നെ പാലപ്പവും കൂട്ടി കൊടുത്തു കേട്ടോ. പിന്നെ കുഞ്ഞൂസ് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനും ഇപ്പോൾ ഫുഡ് കഴിക്കും കേട്ടോ. കുഞ്ഞൂസ് ഏട്ടന് ഉള്ളപ്പോൾ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇവർ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ സമയം മാറിപ്പോവും, അല്ലെങ്കിൽ ചില ദിവസം കഴിക്കില്ല, ഉച്ചയ്ക്കാണ് രാവിലത്തെ ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ ഇവർ പോകുന്നതിന് മുമ്പ് തന്നെ ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കും കേട്ടോ. പിന്നെ കുഞ്ഞൂസും ചോദിക്കും കേട്ടോ, നമുക്ക് ഒന്നിച്ച് കഴിച്ചുകൂടാമേ, ഞാൻ ഉച്ചയ്ക്ക് അവിടെ ഒറ്റയ്ക്കല്ല, നമ്മൾ രാത്രി മാത്രമാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അവന് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിട്ടോണ്ട് ഞാനും ഇപ്പോൾ വേഗം കഴിക്കും. അത് കഴിഞ്ഞാൽ ആ ഒരു പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്താൽ മതിയല്ലോ. പിന്നെ പാലപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചിരി മധുരം കൂടി പോയായിരുന്നു. എനിക്ക് എല്ലാത്തിനും കുറച്ച് മധുരം കൂടുതലാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്, കുഞ്ഞൂസിനും മധുരം ഇഷ്ടമാണ്, ഏട്ടന് അത്ര മധുരം ഇഷ്ടമല്ല. പിന്നെ എനിക്ക് എൻ്റെ ചായക്കാണെങ്കിലും പിന്നെ എന്തിനാണെങ്കിലും മധുരം ഇടുന്ന സംഭവത്തിന് ഞാൻ കുറച്ച് കൂടുതൽ ഇടും കേട്ടോ. പിന്നെ ലേശം മധുരം കുറയ്ക്കണം എന്നുണ്ട്, ശരീരത്തിന് നല്ലതല്ല. പിന്നെ കുറച്ച് തടിയും കൂടുന്നുണ്ട് കേട്ടോ, വയറൊക്കെ ചാടുന്നുണ്ട്. അപ്പോൾ ലേശം മധുരം കുറയ്ക്കണം എന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അടുക്കളയൊക്കെ ഒരു കോലായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞൂസിന് ഞാൻ കുളിക്കാൻ വെള്ളം ഇറക്കി കൊടുത്തിട്ട് ഞാൻ ഓടി പഠിച്ച് എല്ലാം വൃത്തിയാക്കുന്നുണ്ടാവും. പോകുന്നതിന് മുന്നേ പറ്റുന്നത്രയും പാത്രം ഞാൻ കഴുകി വെക്കാമെന്നുള്ള ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ കുഞ്ഞൂസിന് ഇന്ന് പോകാൻ സമയം വൈകിയിരുന്നു കേട്ടോ. അതുകൊണ്ട് അവനെ പിന്നെ റെഡിയാക്കുന്നതൊന്നും ഞാൻ എടുത്തില്ല, വേഗം റെഡിയാക്കി. ഇപ്പോൾ അവൻ പോകുന്നത് തറവാട്ടിലേക്കാണ് കേട്ടോ. എത്ര സമയം വൈകിയാലും എത്ര ഇതായാലും അവന് തറവാട്ടിലേക്ക് പോയിട്ട് അമ്മേനോടും പിന്നെ കൊച്ചച്ചനോടും പിന്നെ അവൻ്റെ പൂച്ചക്കുട്ടികളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവൻ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല. അവനത് ഭയങ്കര ഞങ്ങൾ എന്താ പറയുക താമസം ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ട് അവനാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായിട്ട് തോന്നിയിട്ടില്ല. കാരണം അവന് അച്ചമ്മ, അച്ചാച്ചി, അവൻ്റെ കൊച്ചച്ചൻ അവരെല്ലാവരുടെ കൂടി നിൽക്കുന്നതാണ് അവനിഷ്ടം. അപ്പോൾ മിക്ക സമയങ്ങളിലും അവൻ അവിടെ തന്നെ ആയിരിക്കും. പിന്നെ ഇങ്ങനെ പഠിത്തം അങ്ങനത്തെ സംഭവങ്ങൾ വരുന്ന സമയത്താണ് ഇവിടെ കൂടുതൽ നിൽക്കലുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങോട്ട് പോകാനേ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടുവിടുന്ന സമയത്ത് അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. മഴക്കോട്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. തിരിച്ചു വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിലായിട്ടുണ്ട്. പിന്നെ തിരിച്ച് വന്നിട്ടുള്ള എൻ്റെ പണികളെന്ന് വെച്ചാൽ ഇന്ന് ചോറും കറിയൊന്നും വെക്കാനില്ല കേട്ടോ. അത് തന്നെ വലിയൊരു സമാധാനമാണ്. ഇന്നലത്തെ കറികളും പിന്നെ ചോറൊക്കെ ഉണ്ട് കേട്ടോ, ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇവിടെ പിന്നെ എനിക്ക് ഫ്രഷ് ആയിട്ട് വേണം, പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഫ്രഷ് ആയിട്ട് വേണം അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. ഞാൻ ആ സമയമാകുമ്പോൾ ചൂടാക്കി എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിന്ന് കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും പാത്രം കഴുകുന്നതിൽ മടി എന്താണെന്ന് വെച്ചാൽ ഈ കരിപ്പാത്രം തേച്ച് കഴുകുന്നതാണ് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം കേട്ടോ. കരിപ്പാത്രം എന്ന് വെച്ചാൽ ചോറ് വെക്കുന്ന കലവും പിന്നെ കുളിക്കാൻ വെള്ളം വെക്കുന്ന കലമാണ് ഇങ്ങനെ കരി പിടിക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് ഈ കുളിക്കാൻ വെക്കുന്ന കലമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഉരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ദിവസം വീട്ടിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് പിന്നെ ഡെയിലി ഇങ്ങനെ കഴുകുന്ന സമയത്ത് ആ കരി പോകാൻ വലിയ പ്രശ്നമില്ല. ഞാൻ വീട്ടിൽ പോയ സമയത്ത് 2 ദിവസം അങ്ങനെ തന്നെ വെച്ചിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ആ കരി അങ്ങ് പിടിച്ചിട്ട് പോകുന്നില്ല. എനിക്കിങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ കരി പിടിച്ച് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പരമാവധി ഉരച്ച് നോക്കി. പിന്നെ എൻ്റെ അടുത്ത് ഓരോ ഉള്ള ആ ചകിരി ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ള സ്ക്രബ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് പോയിട്ടില്ല. അപ്പോൾ പറ്റുന്നത്ര ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. രാവിലത്തെ എന്താ പറയുക മെയിനായിട്ടുള്ള പാത്രം കഴുകലും കാര്യങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്കിനി എല്ലാം ഒന്ന് അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് എണ്ണ തെറിച്ചിട്ടും അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഡെയിലിയുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്കത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. കുഞ്ഞൂസ് പോകുന്നത് വരെ എനിക്ക് ഓട്ടപ്പാച്ചിലാണെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സമയം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും പണികൾ ചെയ്ത് തീർക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവരും അങ്ങനെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നത് എനിക്ക് അങ്ങനെ കാണുമ്പോൾ എന്തോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം എല്ലാം കൂടി കഴുകി വൃത്തിയാക്കുന്നത്. പിന്നെ ഇന്ന് ചോറും കറിയും കൂടി ആക്കേണ്ടാത്തതുകൊണ്ട് എനിക്കിന്ന് കുറച്ചും കൂടി ക്ലീൻ ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അല്ലെങ്കിൽ ഒന്ന് മേലെ കൂടെ പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്ന ഇതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാം പിന്നെ വേഗം പൊടി പിടിക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ കബോർഡുകളും കാര്യങ്ങളും ഇങ്ങനെ ഉള്ളത് കാരണം വേഗം പൊടി പിടിക്കും കേട്ടോ. അതുകൊണ്ട് തുടച്ചില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇങ്ങനെ ഈ കറുപ്പും കൂടി ആയതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും കേട്ടോ. പൊടി ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഞാൻ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്.
പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാവുന്ന സമയത്ത് പണിയെടുക്കാൻ എനിക്ക് ബോറടിക്കും കേട്ടോ. ഞാൻ ഒന്നില്ലെങ്കിൽ ഞാൻ പാട്ട് വെക്കും, പാട്ട് എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ഞാൻ പണിയെടുക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഫോൺ വിളിക്കും, മെയിനായിട്ട് ചേച്ചിമാരെ ആരെങ്കിലും ഫോൺ വിളിക്കും കേട്ടോ. അവരും ഇതേപോലെ വീട്ടിൽ കുട്ടീനെയും വിട്ടിട്ട് പണിയെടുക്കുന്ന സമയമായിരിക്കും. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഫോൺ വിളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണിയെടുക്കുന്നത് അറിയില്ല കേട്ടോ, അങ്ങ് എടുത്തങ്ങ് പോകും കേട്ടോ. അല്ലെങ്കിൽ അമ്മേനെ വിളിക്കും, ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് ഇങ്ങനെ എന്താ പറയുക, അനങ്ങാണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു പേടിയല്ല, അങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും വിളിക്കുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. പിന്നെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു സന്തോഷം വേറെയാണ് കേട്ടോ. പിന്നെ എനിക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അടുപ്പ് നന്നായിട്ടൊന്ന് തേച്ച് വൃത്തിയാക്കണം. ഞാൻ എല്ലാ ദിവസവും ഞാൻ അടുപ്പ് തേക്കലുണ്ട് കേട്ടോ. ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പ് തേക്കും. ചോറ് ഇങ്ങനെ തിളച്ച് മറിഞ്ഞിട്ട് സൈഡിലൊക്കെ പിടിക്കും കേട്ടോ. അത് ഒരു ദിവസം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കറിയായിട്ട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ എല്ലാ ദിവസവും അടുപ്പ് തേക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. നല്ല കരിയായിരിക്കും കേട്ടോ. മറ്റേ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ക്രബ് ഉണ്ടെങ്കിൽ നല്ലതാണ്, കുറച്ചുകൂടി വൃത്തിയാവും. ഞാനത് വാങ്ങിച്ചിട്ടില്ല, അതെനിക്ക് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരു പണി എന്താന്ന് വെച്ചാൽ നഖത്തിൽ മൊത്തം കരിയാവും കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ, വേറെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് എനിക്കതിങ്ങനെ കാണുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കരി കാണുമ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ അങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പിന്നെ കപ്ലങ്ങ ഇല്ലേ, കപ്ലങ്ങ നമ്മളിവിടെ പപ്പായ കപ്ലങ്ങ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ പപ്പായ അതിൻ്റെ പച്ച പറിച്ചു വെക്കും കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് കയ്യിൽ തേച്ച് കൊടുക്കും, പെട്ടെന്ന് കരി പോകും കേട്ടോ. ഞാൻ അലക്കാനൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ നഖത്തിലുള്ള കരിയും കാര്യങ്ങളൊക്കെ വേഗം പോകും കേട്ടോ. പിന്നെ പാത്രം കഴിയുമ്പോൾ ഗ്ലൗസ് ഇടണം എന്നൊക്കെ ഞാൻ വിചാരിക്കും. ഗ്ലൗസ് വാങ്ങിച്ചിട്ടില്ല. ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ ഞാൻ ഇതുവരെ പാത്രം അങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ട് ഞാൻ പാത്രം കഴുകിയിട്ടില്ല. അങ്ങനെ കഴുകാൻ പറ്റും, ചിലരൊക്കെ ഇങ്ങനെ കഴുകുന്ന വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഗ്ലൗസ് വാങ്ങിക്കണം എന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നഖത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ആദ്യം എന്ന് വെച്ചാൽ കരിപ്പാത്രം ഒന്നും തേച്ച് കഴുകാനുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ കരിപ്പാത്രം തേക്കുമ്പോൾ അമ്മ പറയും കേട്ടോ, നിനക്ക് വീഡിയോ ഒക്കെ എടുക്കാറില്ല അല്ലേ, കരിപ്പാത്രം അവിടെ വെച്ചോ, ഞാൻ കഴുകിക്കോളാം എന്ന് പറയും കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ കയ്യിലൊക്കെ എന്തായാലും കരിയാവും. പിന്നെ അടുപ്പ് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ അടുപ്പ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇത് കണ്ടോ, എൻ്റെ കൈ നിറച്ച് കരിയാണ്. അപ്പോൾ ഇത് അലക്കാൻ പോകുമ്പോൾ വേണം എനിക്ക് പിന്നെ കപ്ലങ്ങാൻ്റെ ഇതൊക്കെ പറിച്ചിട്ട് ഒന്ന് കയ്യിലൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ അടുപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അടുപ്പ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടുപ്പാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് കത്തുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, അടുപ്പ് കത്തും അങ്ങനെയൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടുപ്പ് നന്നായിട്ട് കത്തുന്നുണ്ട്. ഇത് കുഞ്ഞുവിൻ്റെ സ്റ്റഡി ടേബിളാണ് കേട്ടോ. സ്റ്റഡി ടേബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് പഠിക്കലൊന്നുമില്ല, അവൻ ഹാളിൽ ഇരുന്നിട്ട് തന്നെയാണ് പഠിക്കാറുള്ളത്. അവനൊരു കുഞ്ഞ് ടേബിൾ വാങ്ങിക്കണം എന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇതിൽ നോക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ ടേബിളില്ലേ, അത് വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ട്. ഇത് സാധാ ഏട്ടൻ്റെ ആദ്യത്തെ ടേബിളാണ് കേട്ടോ. അതിപ്പോൾ അവൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പിന്നെ അവൻ ഇരിക്കുന്ന പിന്നെ അവൻ്റെ ടേബിൾ മൊത്തം ഞാൻ സെർച്ച് ചെയ്യും കേട്ടോ. കാരണം മൊത്തം മറ്റേ ബാറ്ററി, വയറ്, സ്വിച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൻ എവിടെ നിന്ന് പഴയത് കണ്ടാലൊക്കെ അവൻ എടുക്കും കേട്ടോ. എടുക്കുന്ന വെച്ചാൽ അവൻ എടുത്ത് സൂക്ഷിച്ച് വെക്കും. നമ്മളിവിടെ എടുത്ത് കളയാൻ വെച്ചിരിക്കുന്നതൊക്കെ അവൻ എടുക്കും കേട്ടോ. അവൻ മെക്കാനിസത്തിന് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളോടാണ് ആൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. കുഞ്ഞൂസിൻ്റെ ടേബിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ്റെ ടേബിളാണ് കേട്ടോ. ഏട്ടൻ്റെ ടേബിൾ പിന്നെ എപ്പോഴും നീറ്റായിരിക്കും, ഏട്ടൻ എല്ലാം ക്ലീൻ ആക്കി വെക്കാറുണ്ട്. പിന്നെ ഞാനിവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് കേട്ടോ. തണുപ്പായതുകൊണ്ട് തന്നെ ഈർപ്പം വരും. ഈർപ്പം ഇങ്ങനെ വലിയ പൂപ്പ് വരുന്ന പോലെ ആവും കേട്ടോ. 2 ദിവസം കൂടുമ്പോൾ നമ്മളിങ്ങനെ തുടച്ചു കൊടുത്തില്ലെങ്കിൽ പൂപ്പ് വരുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ കറക്റ്റായിട്ട് ഒരാഴ്ച ഒന്ന് വിട്ട് കഴിഞ്ഞാൽ വെള്ള പാടിങ്ങനെ കറുപ്പ് ടേബിളൊക്കെ ആകുമ്പോൾ അതിനകത്ത് നമുക്ക് ശരിക്കും അറിയാൻ വേണ്ടി പറ്റും, വെള്ള പൂപ്പ് വരും. ഈർപ്പം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 ദിവസം കൂടുമ്പോൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ജനലും എല്ലാം വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ജനൽ ഞാൻ എല്ലാ ദിവസവും 2 ദിവസം കൂടുമ്പോൾ ഒന്നും വൃത്തിയാക്കില്ല കേട്ടോ. ഞാനൊരു ആഴ്ചയിൽ ഒരു തവണയൊക്കെയാണ് കേട്ടോ ജനൽ ഇങ്ങനെ വൃത്തിയാക്കുക. പണിയൊക്കെ കുറവുള്ള ദിവസമാണ് ജനലും എല്ലാ കാര്യങ്ങളും തുടച്ച് വൃത്തിയാക്കുക. പിന്നെ ജനലിൽ കർട്ടൻ ഇട്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ ബ്ലൈൻഡ്സിന് പിന്നെ പറഞ്ഞിട്ട് ബ്ലൈൻഡ്സ് ഇടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ട് നമ്മുടെ റോട്ടിലേക്ക് വണ്ടി ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ കർട്ടൻ ഇടാത്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ കർട്ടൻ ഇടാത്തതാണ് ഇഷ്ടം. കാരണം രാത്രിയൊക്കെ ഇങ്ങനെ ഇപ്പം നല്ല വെളിച്ചമല്ലേ പുറത്തൊക്കെ. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ പുറത്ത് മഴയും കാറ്റും എല്ലാം കാണും ചെയ്യുക. നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മൾ ബെഡ്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ആ വശമല്ല കേട്ടോ, നമ്മൾ ഇപ്പുറത്തെ ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല വിഷ്വലാണ് കേട്ടോ. പുറത്തേക്ക് കാണാൻ നല്ല രസമാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഹോം ടൂർ ചോദിക്കുന്നുണ്ട്, ഞാൻ കമൻസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അജി ഇനി ഹോം ടൂർ കാണിച്ചില്ലേ പിണക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോം ടൂറൊക്കെ ചെയ്യാട്ടെ. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കർട്ടനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല ഞങ്ങൾ വീട്ടിൽ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഹോം ടൂർ ഒന്നും ചെയ്യാതിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് വീട്ടിൽ, ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇതാക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് റെഡി ആയിട്ട് ഞാൻ എന്തായാലും ഹോം ടൂർ ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുഞ്ഞു വീടാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരും കേട്ടോ, എങ്ങനെയാണ് എൻ്റെ വീടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഈ വീടുണ്ടാകുക സാഹചര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ ഞാൻ എന്തായാലും ഹോം ടൂർ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറയൂ കേട്ടോ. അപ്പോൾ ഈ സമയം പുറത്ത് നല്ല മഴയാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു ജനൽ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല വിഷലാണ് കേട്ടോ. കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്നു. പിന്നെ നമുക്ക് മഴയൊക്കെ നോക്കി നിൽക്കാനുള്ള സമയമില്ല, നമുക്കിനി പണിയുണ്ട് കേട്ടോ. കാരണം ഇന്നത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ മഴ വെയിൽ അങ്ങനെയാണ് കേട്ടോ. ഒറ്റൊരു മഴ അങ്ങ് പെയ്യും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു വെയിലങ്ങ് വരും. ആ വെയിൽ നല്ല ചൂടുമാണ്. പിന്നെ ഞാൻ ഈ സോഫയുടെ പിന്നെ കവർ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു വൈറ്റ് അല്ല, ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു സെറ്റി ആയിരുന്നു കേട്ടോ നമ്മുടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ബ്ലാക്ക് ഇട്ടപ്പം കുറച്ചും കൂടി നമ്മൾ ആ വീടിൻ്റെ ആ ഒരു ഇതിന് ചേരുന്നതായിട്ട് തോന്നിയിട്ട്, മൊത്തമായിട്ട് വീടിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഒരു വുഡ് ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോഫയും ആ രീതിയിൽ വേണമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. പക്ഷേ ഇങ്ങനെ കവർ വാങ്ങിച്ചിട്ടപ്പോൾ ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തുള്ള തുടക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് അടിച്ചു വാരലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് വലിയ വീടൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. എനിക്ക് ഈസി ആയിട്ട് എല്ലായിടത്തും വൃത്തിയാക്കാനും എല്ലാ ദിവസവും എല്ലായിടത്തേക്കും എത്താനും എനിക്ക് പറ്റാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിക്കാറുണ്ട് ഇങ്ങനെ വലിയ വീടൊക്കെ ഉള്ളവർ ഇവരെങ്ങനെയായിരിക്കും എല്ലാ ദിവസവും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് സാധനങ്ങളും ഇല്ല കേട്ടോ ഞങ്ങളുടെ അടുത്ത്. അതുകൊണ്ട് പാത്രങ്ങളാണെങ്കിലും അടുക്കളയിൽ ഇങ്ങനെ കുറഞ്ഞ അളവിൽ പാത്രമൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കി വെച്ചാൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പുറത്തിടാനോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ക്ലീൻ ആക്കി ആ ഒരു നീറ്റായിട്ട് കിടക്കും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം നീറ്റാക്കി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല, എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒരു പണി എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ട് പിന്നെ ഒന്നും കൂടി കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചായയൊക്കെ ആരെങ്കിലും ചായയൊക്കെ എടുക്കാന്ന് മടി, അങ്ങനെയല്ല, ആർക്കും ചായ എടുക്കാൻ മടിയാന്ന് അങ്ങനെയല്ല. പിന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതായിരിക്കും. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുക, പാത്രങ്ങൾ എടുക്കുക, ആരെങ്കിലും വന്ന് വെള്ളം എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കുഞ്ഞൂസിനെ ചീത്ത പറയും കേട്ടോ. കുഞ്ഞൂസ് ഇങ്ങനെ വെള്ളം ഒക്കെ എടുത്ത് ഗ്ലാസ്സൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഒറ്റിക്കുമ്പോൾ എനിക്ക് ഞാൻ ചീത്ത പറയും കേട്ടോ. പിന്നെ ആലോചിക്കും എന്തിനാണ് നമ്മളിങ്ങനെ ചീത്ത പറയുന്നതെന്നും ചിന്തിക്കാറുണ്ട്. പിന്നെ ഫ്രണ്ടിൽ അടിയും തൊടിയും വരലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ പിന്നെ ഇവിടെ ഇങ്ങനെ മഴച്ചാറ്റിൽ നന്നായിട്ട് അടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചവിട്ടി നല്ലതാണ് കേട്ടോ. തെന്നലോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ചവിട്ടിയിൽ ചെറുങ്ങനെ ചെളിയാവാറുണ്ട്. നമ്മളിങ്ങനെ കുഞ്ഞുസൊക്കെ ചവിട്ടി കയറുന്നതുകൊണ്ട് ഇങ്ങനെ ചെളിയാവാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് കഴുകിയെടുക്കും കേട്ടോ. കാലുകൊണ്ട് തന്നെ ഉരച്ച് കഴുകിയെടുക്കുമ്പോൾ നല്ല വൃത്തിയാവലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ കഴുകിയിട്ട് പിന്നെ വെയിലുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉണക്കാനിട്ട് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിക്കോളൂ കേട്ടോ. പിന്നെ ആരോ ഇങ്ങനെ കണ്ടപ്പോൾ എന്നോട് കമൻറ്റോട് ചോദിച്ചിരുന്നു, ചേച്ചി എന്താ കോലായി ഇല്ലാത്ത വീട് കെട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെയും കോലായി എന്ന് പറയും കേട്ടോ, സിറ്റ് ഔട്ടിന്. അപ്പം പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതൊരു വീടായിട്ട് പണിത ഒരു സംഭവം അല്ല. പിന്നെന്താ പറയുക, സാഹചര്യങ്ങൾ കൊണ്ട് ഇതൊരു വീടായി മാറിയതാണ് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞി സ്വർഗം തന്നെയാണ് ഇത്. അപ്പം ഞാൻ അത് ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാട്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പണിതത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാട്ടോ. അപ്പോൾ ഈ പിന്നെ ഒരു ചവിട്ടിയും കൂടി വേണമെന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. മേലത്തെ ആ ഒരു പടിയിലും കൂടി ഇങ്ങനത്തെ ഒരു ചവിട്ടി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. മഴ വരുമ്പോൾ മൊത്തം വെള്ളവും ഞങ്ങളുടെ പടിയിൽ തന്നെയാണ്. അപ്പോൾ ഡെയിലി പടി തുടച്ചിടണം കേട്ടോ. അപ്പോൾ മുൻവശവും കൂടി വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ അടിക്കലും തുടക്കലും വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു സമാധാനം തന്നെയാണ് കേട്ടോ. ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള പണി കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ എല്ലാം ഒരു പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നീറ്റായിട്ട് കാണാനും ഒരു മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു മടുപ്പുമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കൂടി ഞാനിപ്പോൾ പറ്റ കുറവാണ്. മഴ ആയതുകൊണ്ട് തണുപ്പായതുകൊണ്ട് ഒട്ടും വെള്ളം കുടിക്കില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ബോട്ടിലാക്കി വെക്കും കേട്ടോ. കാണുമ്പോഴെങ്കിലും കുടിക്കുമല്ലോ എന്ന് വെച്ചിട്ട്. എനിക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. എന്ന് വെച്ചാൽ യൂറിനറി ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് വെള്ളം കുടിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ അലക്കലാണ് കേട്ടോ. അപ്പോൾ അലക്കാൻ ഇവിടെ അലക്കല് റെഡിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തറവാട്ടിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ വാതിലൊക്കെ പൂട്ടിയിട്ടാണ് കേട്ടോ പോകാറുള്ളത്. അടുത്ത് തന്നെയാണ്, എന്നാലും വാതിൽ പൂട്ടും. എനിക്ക് തിരിച്ച് കയറി വരുമ്പോൾ എനിക്കൊരു പേടിയാണ്. കാരണം വാതിൽ പൂട്ടാതെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും അകത്ത് കയറിയിട്ടുണ്ടാവോ, വാതിലടച്ച് കഴിയുമ്പോൾ ഇനി വേറെ ആരെങ്കിലും അകത്തുണ്ടോ, അങ്ങനെയൊക്കെ ഒരു പേടിയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അലക്കാൻ പോലും ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പം പിന്നെ ആദ്യമൊക്കെ ആകുമ്പോൾ വെച്ചാൽ രാവിലെ ഞാൻ അലക്കൂട്ടോ. കുഞ്ഞുസൊക്കെ പോകുന്നതിന് മുന്നേ അമ്മയും ഉണ്ടല്ലോ. അപ്പോൾ അടുക്കളത്തെ പണിയൊക്കെ അമ്മ ചെയ്യുന്ന സമയത്ത് പുറമേത്തെ പണിയൊക്കെ ചെയ്ത് അലക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം പണി കഴിയും. പക്ഷേ ഇപ്പം അങ്ങനെ നടക്കാറില്ല. ഇപ്പം നമ്മൾ ഒറ്റയ്ക്കല്ലുള്ളൂ, അപ്പോൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അലക്കൽ കുറച്ചൊരു മടിയുള്ള പണിയാണ്. അലക്കലല്ല ഇപ്പോഴത്തെ ഏറ്റവും മടി, അലക്കിയിട്ട് തുണി ഉണങ്ങലാണ് കേട്ടോ ഏറ്റവും മടി. ഇപ്പോൾ ഇതാ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിൽ വരും. അപ്പോൾ ഇച്ചിരി സമയം ഞാൻ പുറത്തിടും, പിന്നെ കുറച്ച് സമയം പിന്നെ അകത്തിടും. ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അലക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം അമ്മേൻ്റെ അടുത്ത് തന്നെ ഞാൻ അവിടെ നിൽക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വെയിൽ വരുന്ന സമയം നോക്കി ഇതിടും ചെയ്യാം. കുറച്ച് സമയം അമ്മേൻ്റെ അടുത്ത് വർത്താനം പറയും. അമ്മ അവിടെ ഒറ്റയ്ക്കാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് കുറച്ച് സമയം പോയിട്ട് ഞാൻ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റേ അലക്കാൻ വേണ്ടി പോകാറുള്ളൂ. വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് വീടും പൂട്ടി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അലക്കും കഴിഞ്ഞ് കുറച്ച് സമയം അമ്മേൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കും കേട്ടോ. എനിക്കിനി അപ്പുറത്ത് ഒരു അലക്കലൊക്കെ എനിക്ക് സെറ്റാക്കാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഒന്നും അങ്ങനെ സെറ്റാക്കിയിട്ടില്ല. നമ്മൾ പകുതിയും ഇവിടെ തന്നെയാണ് കേട്ടോ, വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട്. ഞാനിപ്പോൾ തുണി ഇട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം മഴയും പെയ്യും കേട്ടോ. അപ്പം ഞാൻ മൊത്തമായിട്ട് കാണിക്കാനില്ല. പിന്നെ നല്ല മഴയായിരുന്നു, അപ്പോൾ ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തു.
അലക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായിട്ട് അതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും ഷൂട്ട് ചെയ്തില്ല. ഞാൻ കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത്. ഞാൻ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് അമ്മ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ലാഭമായി. കാരണം എന്ന് വെച്ചാൽ ഇനി ഭക്ഷണം ചൂടാക്കുക അങ്ങനത്തെ പണിയൊന്നുമില്ല. മെയിനായിട്ട് എനിക്ക് മടിയാണ് കേട്ടോ. ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് മടിയാണ് കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ എനിക്ക് മടിയാണ്. കുഞ്ഞൂസ് ചേട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇതെനിക്ക് എല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കൂടി എടുക്കുക കഴുകുക പിടിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് മിക്കവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ പിന്നെ അലക്കുന്ന സമയത്ത് അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം ഒന്ന് മേല് കഴുകാന്ന്. രാവിലെ കുളിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തലയൊന്നും കഴുകുന്നില്ല, മേല് മാത്രം ഒന്ന് കഴുകാനാണ്. പിന്നെ ഇന്ന് ഹെയർ കെയറും സ്കിൻ കെയറും ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഇന്ന് മടിച്ചു. കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ചുമയൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നും മുടിയിലൊന്നും ഇട്ടില്ല കേട്ടോ. രാവിലെ വെറുതെ കഴുകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്കിൻ കെയർ അല്ലെങ്കിൽ ഞാൻ പിന്നെ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും, റോസ് വാട്ടർ അല്ല, ഞാൻ അലോവേറയും ഗ്ലിസറിനുമാണ് കേട്ടോ തേക്കുക. അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. കണ്ണിനടിയിലെ കറുപ്പൊക്കെ നന്നായിട്ട് മാറുന്നുണ്ട്. സ്കിന്നിന് നല്ലൊരു ഗ്ലോ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹെയർ സെറം ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാനിപ്പോൾ അത് ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്, ഫേസിനൊക്കെ നല്ലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനത് ചെയ്തില്ല, ഇന്നൊരു മടുപ്പായി. അപ്പോൾ ഇന്ന് എൻ്റെ ഏകദേശ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് നല്ലൊരു സന്തോഷത്തിലാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാം ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കുന്ന സമയം നല്ലൊരു സന്തോഷമാണ് കേട്ടോ. ഈ ഒരു സമയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എല്ലാ പണികളും ഒരുങ്ങിയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതാണ് കേട്ടോ ഏറ്റവും സന്തോഷം. അപ്പോൾ ഇനി കുറച്ച് സമയം കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ കാണും. നിങ്ങളെ കമൻസിനുള്ള മറുപടികളൊക്കെ ഇതാക്കും. പിന്നെ ഇനി കുഞ്ഞൂസ് വൈകുന്നേരം വരുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 2 മണിയാണ് കേട്ടോ. ഇനി ഒരു 4:30 വരെ ഞാൻ ഫ്രീ ആണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങിപ്പോവും. മനഃപൂർവ്വം ഉറങ്ങാറില്ല. കാരണം ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. പിന്നെ ഒറ്റയ്ക്കുള്ള സമയത്ത് ഉറങ്ങാനും എനിക്കൊരു പേടിയാണ് കേട്ടോ. പറയാതെ ഉറങ്ങിപ്പോയാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ മൊബൈലൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഒരു കുഞ്ഞൂസ് വരുന്ന സമയത്ത് മാത്രമേ ഇനി എനിക്ക് പണികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.